ഹലോ. അപ്പോൾ ഇതുപോലത്തെ കാർഡ്ബോർഡ് പീസുകളും കട്ടിയുള്ള കവറുകളൊക്കെ ഉണ്ടെങ്കിൽ നല്ല അടിപൊളി ഒരു ഐറ്റം ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് ഈ വീഡിയോയിൽ കാണിച്ചു തരുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്താൽ ലാസ്റ്റ് വരെ കാണണം കേട്ടോ. ഇതുപോലെ ചന്ദ്രക്കലയുടെ ഷേപ്പിൽ നമ്മൾ കുറച്ചധികം പീസുകൾ വെട്ടിയെടുക്കുന്നുണ്ട്. പിന്നെ ഇതുപോലെ റൗണ്ടിന് വെട്ടിയെടുത്തിട്ട് ഫ്ലവറിൻ്റെ ഷേപ്പ് നമ്മൾ വരച്ച് കൊടുത്ത് വെട്ടിക്കൊടുക്കുന്നുണ്ട്. സ്റ്റാറിൻ്റെ ഷേപ്പിലും വെട്ടിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലൊക്കെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് ചോദിച്ചാൽ മതി, പറഞ്ഞു തരാം. പിന്നെ എൻ്റെ വീഡിയോസ് ആരെങ്കിലും നീ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ തൊണ്ടയൊക്കെ ഒത്തിരി പ്രശ്നമായിട്ടിരിക്കുകയാണ്. തൊണ്ട അടച്ചിരിക്കുന്നത് കൊണ്ട് എനിക്ക് റെക്കോർഡ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് ഈ സൗണ്ട് കുറച്ച് പ്രോബ്ലം ആയിട്ടിരിക്കുകയാണ്. അപ്പം അതുകൊണ്ടാണ് എനിക്ക് വീഡിയോസ് ഒന്നും ഇതുവരെ ഇടാനും പറ്റാതിരുന്നത്. അപ്പം ഈ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ തന്നെ നമ്മളിങ്ങനെ കുറേ പീസുകൾ വെട്ടിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ റൗണ്ടിൻ്റെയൊക്കെ അറ്റത്ത് ഇതുപോലെ തന്നെ വരച്ചിട്ട് ഓരോ വെട്ടുകൾ കൂടി കൊടുക്കുന്നുണ്ട്. അതൊക്കെ എന്തിനാണെന്ന് വരുന്ന വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പോൾ നോക്കിക്കേ, ഇതുപോലെ സ്ക്വയറായിട്ട് കുറേ പീസുകൾ വെട്ടിയെടുക്കുന്നുണ്ട്. ഇത് 5 സെൻറ്റിമീറ്ററിൻ്റെ സ്ക്വയറാണ് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ കർവ് ആയിട്ട് നമ്മൾ ആ ഒരു ഷേപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ കുറേ പീസുകൾ വെട്ടിയെടുത്തിട്ട് അതിൽ കളർ കൂടി ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സ്ക്വയറിൻ്റെയൊക്കെ അറ്റം ഇതുപോലെ ചെറുതായിട്ടൊന്ന് വെട്ടിക്കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതെന്തിനാണെന്ന് കാണിച്ചു തരാമേ. അപ്പോൾ നമ്മൾ ഈ ഉണ്ടാക്കിയെടുത്ത പീസുകളൊക്കെ ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ ഉണ്ടാക്കിയതൊക്കെ ഈർക്കിൽ വെച്ചിട്ടാണ് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്ത് ഒട്ടിച്ച് കൊടുക്കുന്നത്. അപ്പോൾ അത് നല്ല രീതിക്ക് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഈർക്കിൽ കയറ്റി ഒട്ടിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ആ നല്ല രീതിക്ക് തന്നെ അവിടെ നിന്നോളും. സപ്പോർട്ടിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഈർക്കിൽ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിത് ഒരുപാട് നേരം ഇരുന്ന് പണി ചെയ്തിട്ടാണ് കേട്ടോ ഈ ഒരു സാധനം ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് കണ്ടു കഴിഞ്ഞാൽ ഇതെന്തായാലും നമ്മൾ ഉണ്ടാക്കിയ ഒരു സാധനമാണെന്നോ കാർഡ്ബോർഡാണെന്നോ ആരും പറയത്തില്ല. പുറത്തുനിന്ന് വാങ്ങിച്ച വല്ലതും ആണെന്നേ പറയത്തുള്ളൂ. അത്രയ്ക്ക് അടിപൊളിയായിട്ടുള്ളൊരു ഐറ്റം തന്നെയാണ്. നല്ല അടിപൊളിയായിട്ട് നമുക്കൊരു ഹാങ്ങിങ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. നമുക്ക് നല്ലൊരു ഹോം ഡെക്കറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റം തന്നെയാണ്. നമ്മൾ ചന്ദ്രക്കലയൊക്കെ ഇതുപോലെ ആ ഒരു നമ്മൾ വെട്ടിട്ട് കൊടുത്തില്ല, അതിലേക്ക് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ നല്ല രീതിക്ക് ഇങ്ങനെ ഒട്ടിച്ച് കൊടുത്തെടുക്കണം. ഇനി നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ആ ഒരു സ്ക്വയറിൻ്റെ പീസുകൾ കൂടി ഇതുപോലെ വെച്ച് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ നമ്മൾ റൗണ്ടിന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഫസ്റ്റത്തെ ലെയർ ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ നമ്മൾ ബാക്കിയുള്ള ലെയറുകൾ കൂടി കംപ്ലീറ്റ് ആയിട്ട് ഒട്ടിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ രണ്ടാമത്തെ ലെയറാണ് ഒട്ടിക്കുന്നത്. അപ്പോൾ തൊണ്ടയ്ക്ക് പ്രശ്നമുള്ളത് കൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് സൗണ്ട് പോകുന്നത്. അപ്പം ഇതുപോലെ നമ്മൾ ആ രണ്ടാമത്തെ ലെയർ കൂടി നല്ല രീതിക്ക് തന്നെ നമ്മൾ കവർ ചെയ്ത് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഒട്ടിച്ച് കൊടുത്തിട്ട് ഫുള്ളായിട്ട് ഇങ്ങനെ റൗണ്ടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് ടൈം എടുത്താണ് ഇത് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഇതിനെ ഉള്ളിലേക്ക് ഒരു ലൈറ്റ് കൂടി കടത്തി കൊടുക്കുന്നുണ്ട്. നമ്മൾ ആ മഞ്ഞ ബൾബ് കടത്തി കൊടുത്തതാണ്. അപ്പോൾ നമ്മൾ ആ ഒരു നൈറ്റിലേക്ക് കത്തിക്കുമ്പോൾ നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടും. അടിപൊളിയായിട്ടില്ലേ? അപ്പോൾ ഇതിൽ നമ്മൾ ഈ കളർ ലൈറ്റ് കൂടി കൊടുത്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഏത് ലൈറ്റാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് കൂടി ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഒരു ഹാങ്ങിങ് ആയിട്ട് തന്നെ നമുക്കിത് കിട്ടിയിട്ടുണ്ട്. അടിപൊളിയായിട്ട് ഡിസൈനും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണേ.